ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കിങ്ങിണി റെസിപ്പീസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ തയ്യാറാക്കാറുള്ള മരുന്നുണ്ടയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടുപോകും കേട്ടോ. ഈ കർക്കിടക ഉണ്ട നമുക്ക് ഒരു മാസത്തിൻ്റെ അടുത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തോളം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇതെങ്ങനെ തയ്യാറാക്കണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് മട്ടർ റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുത്തരിയില്ലേ, അതാണ് എടുത്തേക്കണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ അരി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊട്ടി അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റണം. നമ്മുടെ അരി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഉലുവ വറുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉലുവയാണ് എടുത്തേക്കണേ. ഉലുവ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ മാക്സിമം ഇടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ചെയ്യാൻ. ഇനി പെട്ടെന്ന് കരിയാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ അപ്പോൾ ഉലുവയും റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് എള്ള്, ഞാനിവിടെ കറുത്ത എള്ളാണ് കേട്ടോ എടുത്തേക്കണേ. എള്ള് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിടാം. ഒരു 1/2 കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ എള്ള് നന്നായിട്ട് പൊട്ടി വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ നല്ല ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ആശാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അയമോദകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കർക്കിടക മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എല്ലാ ആയുർവേദ കടകളിലും നമുക്ക് കർക്കിടക കഞ്ഞിക്കുള്ള കൂട്ടും കിട്ടും. അതുപോലെ തന്നെ ഉണ്ട ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആയുർവേദ കടയിൽ പോയാൽ കിട്ടും കേട്ടോ. കർക്കിടക കഞ്ഞിക്കൊക്കെ കിറ്റായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് മേടിച്ച് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിത് കിറ്റായിട്ടല്ല മേടിച്ചത്, ഞാനെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ മേടിച്ചത്. ഇതിപ്പോൾ നമ്മളിട്ടതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കരിപ്പട്ടി 1 കപ്പിൻ്റെ അടുത്ത് കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പിൻ്റെ അടുത്ത് നമ്മുടെ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന എല്ലാ സാധനവും നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് പതുക്കനൊന്ന് ആറിയിട്ട് വേണം മിക്സി ജാറിലിട്ട് അടിക്കാനായിട്ട്. ചൂടോടെ ഇട്ട് അടിക്കരുത്. അതിനുശേഷം നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മളിത് കുറേശ്ശെ ഇട്ടിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു പൗഡർ ഫോമിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. ഞാനിവിടെ ഒരു 3 ട്രിപ്പായിട്ടാണ് ഇട്ടടിച്ചായിരുന്നത്. നന്നായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പൗഡർ ഫോമായിട്ടുണ്ട്, തരികളൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കരിപ്പട്ടിയും തേങ്ങയും കൂടി മിക്സി ജാറിലിട്ട് അടിച്ച് വെച്ചതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ചേർക്കുന്നുണ്ട്. അതായത് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വരെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ വെച്ച്. അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നമ്മളിട്ട നെയ്യും അതുപോലെ തന്നെ തേങ്ങയും കരിപ്പട്ടിയൊക്കെ കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. കർക്കിടക മാസം ആകുമ്പോഴേക്കും എല്ലാവരും ഇതുപോലെയുള്ള മരുന്നുണ്ടകളും അതുപോലെ തന്നെ കർക്കിടക കഞ്ഞി എല്ലാം തയ്യാറാക്കി കഴിക്കണം. അത് നമ്മുടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ഓരോ ഉണ്ട വീതം ഡെയിലി കഴിച്ചാൽ മതി കേട്ടോ. വളരെയധികം നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൻ്റെ അകത്തും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി വരും, അതിൻ്റെ അകത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.